ഹായ്, നല്ല സോഫ്റ്റായ ഡോണറ്റ് ചോക്ലേറ്റിൽ മുക്കി ചൂടോടെ കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള പാലാണ് വേണ്ടത്. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണം. നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്തോളൂ കേട്ടോ. ഇനി വീണ്ടും ഒന്ന് നന്നായി ഇളക്കി അതിലോട്ട് മൈദ ചേർക്കുക. ഒരു 2.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. 2.5 കപ്പ് മൈദ ചേർത്തപ്പോഴാണ് എനിക്കതൊന്ന് കുഴക്കാൻ പരുവത്തിലായി തീർന്നത്. അത് കുഴച്ചെടുക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വല്ലാതെ പിടിക്കില്ല. അതുകൊണ്ടാണ് ഈ കുഴക്കുന്ന സമയത്ത് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മാവ് ചപ്പാത്തി പലകയിലോ കൗണ്ടർ ടോപ്പിലോ ഇട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഡോണറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി 1 മണിക്കൂർ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂറിന് ശേഷം ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ടാവും. ആ സമയം വീണ്ടും കയ്യിൽ കുറച്ച് പൊടി തൂവിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി മാവ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യുക. അതൊന്ന് ഉരുളകളാക്കിയിട്ട് പരത്തി വെക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുക. ഇപ്പം ഞാൻ എല്ലാതും ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി ഡോണറ്റ് ഫ്രൈ ചെയ്യാൻ നേരം അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഹോളിട്ട് കൊടുക്കുക. കുപ്പി കൊണ്ടോ, ഞാനിപ്പം കുപ്പി കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. കുപ്പിയുടെ അടപ്പ് കൊണ്ടോ, എങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുക്കണം. ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇളം ചൂടിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് മൊരിയുമ്പോൾ തന്നെ അടുത്ത ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നാലേ ആ ഡോണറ്റ് പൊങ്ങി വരികയുള്ളൂ. ഭാഗം മുഴുവനായിട്ടും വേവാൻ നിൽക്കരുത്. അപ്പോഴേക്കും 2 ഭാഗവും പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഡോണറ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ചെറിയ ചൂടിലിട്ട് ബാക്കിയുള്ള ഡോണറ്റ് എല്ലാതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഡോണറ്റ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ചോക്ലേറ്റാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതിനായിട്ട് ഒരു 100 ഗ്രാം ചോക്ലേറ്റിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഡോണറ്റ് ചൂടോടെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.